ഹായ്. കൃഷ്ണജിത്ത് വിജയൻ സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ രണ്ടാം മുഖം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഈ സിനിമയിൽ മണികണ്ഠൻ ആചാര്യ, അതേപോലെ ബ്രിട്ടോ ഡേവിസ്, മറീന, അഞ്ജലി പി നായർ, വിനോദ് തോമസ്, ഇത്ര ആൾക്കാരാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. അതായത് ഇതിലെ സൈക്കോ ക്യാരക്ടറുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരെ എന്താ പറയാ, ഒരു പോസ്കോ അല്ലെങ്കിൽ ഒരു ലൈംഗികമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിലെ ഈ സൈക്കോ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു എന്താ പറയാ, നമ്മുടെ മറീനയുടെ ക്യാരക്ടർ ആണെങ്കിലും, അതേപോലെ അഞ്ജലിയുടെ ക്യാരക്ടർ ആണെങ്കിലും, മണികണ്ഠന്റെ ക്യാരക്ടർ ആണെങ്കിലും നല്ല രസമായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പോരായ്മകൾ ഈ സിനിമയിലുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ടൊന്നുകൂടി നല്ല രീതിയിൽ എടുത്തായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ പാട്ടാണെങ്കിലും ഒന്നോ രണ്ടോ പാട്ടാണ് ഉള്ളത്. പക്ഷെ അത് നമുക്കത്ര ഒരു ഡീപ്പ് ഫീൽ ഒന്നും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. ഒരു ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അത് പിന്നെ കുറച്ച് നീട്ടി കൊണ്ടുപോയതിന്റെ ഒരു ചെറിയൊരു ഒരു ഇതും തോന്നുന്നുണ്ട്. കാരണം ഒരു 1.25 മണിക്കൂറുള്ള ഈ സിനിമ, പക്ഷെ അത്രയും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ടൊന്നും തോന്നുന്നില്ല ഈ സിനിമ കണ്ടപ്പോൾ. എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഇതൊന്ന് ചെറുതാക്കിയിട്ട് ഒരു മണിക്കൂറോ 1 മണിക്കൂറിനുള്ളിലൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിലും, ഒരുപാട് പടങ്ങൾ അതേപോലെ 1 മണിക്കൂറിനുള്ളിലൊക്കെ അവസാനിപ്പിച്ച നല്ല നല്ല സിനിമകളുണ്ട്. അതുപോലെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി രസകരമാവാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഈ രണ്ടാം മുഖം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. എനിക്ക് കണ്ടപ്പോഴുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരുവിധം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. എന്നെങ്കിൽ പോലും ഒരു ഇമോഷണൽ സീൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു സൈക്കോടെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിലും നമുക്കത് ഒരു ഒരു ഇത് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇമോഷൻ വരുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുന്നില്ല. അങ്ങനത്തെ സീനുകളൊന്നും കിട്ടുന്നില്ല. ചുമ്മാ എന്തോ എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ. കുറച്ച് ലാഗാണ്, എല്ലാത്തിനും ഒരു ലാഗ് ഫീൽ ചെയ്തു. അതാണ് ഈ സിനിമക്കുള്ള ഒരു ഫോൾട്ട്. അതൊന്നും ഇല്ലാണ്ട് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് തരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല രസകരമായിട്ട് മാറാവുന്ന ഒരു സിനിമയായിരുന്നു രണ്ടാം മുഖം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. എന്തായാലും നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.